നമസ്കാരം, MBL ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇടക്കാല ജാമ്യത്തിന് കേരളത്തിലെത്തിയ അബ്ദുൽ നാസർ മാദിനി ഇന്ന് ബംഗളൂരുവിലേക്ക് തിരിച്ചുപോകും. രോഗിയായ പിതാവിനെ കാണുവാനും മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുവാനും വേണ്ടിയാണ് മാദിനി കേരളത്തിലെത്തിയത്. SSLC പരീക്ഷ ഇന്ന് ആരംഭിക്കും. വിദ്യാർത്ഥികൾ പരീക്ഷാ ചൂടിലേക്ക്. KSRTC ഷെഡ്യൂൾ റദ്ദാക്കൽ സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി. MBL ന്യൂസ് എക്സ്ക്ലൂസീവ്. 535 PWD ജീവനക്കാരുടെ നിയമനം റദ്ദാക്കുന്നു. വീട്ടമ്മയെ ആസിഡ് ഒഴിച്ച് കൊലപ്പെടുത്തിയ പ്രതി കുറ്റക്കാരനെന്ന് കോടതി. സാമ്പത്തിക വാർത്തകൾ. സാമ്പത്തിക രംഗത്ത് നേരിയ ഉണർവ്. പൊതുവെ ഓഹരി വിപണി ഉയർച്ച രേഖപ്പെടുത്തി. ഇന്ന് MBL 1-ലെ പ്രോഗ്രാമുകൾ. ഉച്ചയ്ക്ക് 1:30 സിനിമ രമണി പറഞ്ഞ കഥ. 4 മണിക്ക് ചാച്ചാജിയുടെ മൂത്തച്ചി. വൈകുന്നേരം ഞാനും അയാളും പിന്നെ നിങ്ങളും തമ്മിൽ. നാവികരുടെ രക്ഷപ്പെടൽ ഇറ്റലിയും ഹൈക്കമാൻഡും തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് V. മുരളീധരൻ. കൂടുതൽ വിവരങ്ങളുമായി ഇറ്റലിയിൽ നിന്നും സജിൽ നമ്മോടൊപ്പം ചേരുന്നു. സജിൽ, എന്തൊക്കെയാണ് ഇറ്റലിയിലെ വിവരങ്ങൾ? ഇറ്റാലിയൻ നാവികർ അവിടെയുണ്ടോ? ഇറ്റാലിയൻ നാവികർ എന്താണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇറ്റാലിയൻ നാവികർ തിരിച്ചു വരാത്തത്? ഇറ്റലിയിലെ പൊതുവെയുള്ള അവസ്ഥകൾ എന്തൊക്കെയാണ്? സജിൽ പറയൂ. ഇറ്റാലിയൻ പ്രതിരോധ മന്ത്രി അവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ നാവികരെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കില്ല എന്ന കടുത്ത നിലപാടിലാണ് ഇറ്റാലിയൻ പ്രതിരോധ മന്ത്രാലയം. നമുക്ക് തിരിച്ചു വരാം. ഇറ്റാലിയൻ നാവികരുടെ നാവി ഇടിച്ചു കലക്കുമെന്ന് കേരളത്തിലെ ഏതാനും ചില യുവ നേതാക്കൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. യുവ നേതാക്കളുടെ ഒരു നേതാവ് ഇപ്പോൾ നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ ലൈനിലുണ്ട്. ശ്രീ മുബഷിർ, എന്താണ് താങ്കളുടെ അലിക്കുൽത്ത് യുവജന സംഘടനയുടെ എന്തൊക്കെയാണ് തീരുമാനങ്ങൾ? ഞങ്ങൾ നമുക്ക് തിരിച്ചു വരാം. ഇപ്പോൾ മാദിനി അൻവാർശേരിയിലുള്ള അദ്ദേഹത്തിന്റെ അൻവാറുൽ ഉലൂം എന്ന സ്ഥാപനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹം കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു. അതുപോലെ തന്നെ വൃദ്ധനായ അബ്ദുൽ സമദ് മാസ്റ്റർ, അദ്ദേഹത്തിന്റെ പിതാവിനെയും മാദിനി വീട്ടിൽ ഹോസ്പിറ്റലിൽ പോയി സന്ദർശിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ സൂഫിയ മാദിനിയും മക്കളായ ഉമർ മുഖ്താറും അവന്റെ അനുജനും അദ്ദേഹത്തോടൊപ്പമുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മാദിനി വീണ്ടും ബംഗളൂരുവിലേക്ക് തിരിച്ചു പോകും. ഇവിടെയുള്ള മാദിനിക്കുണ്ടായിരുന്ന വിലക്ക്, മാധ്യമങ്ങളോട് സംസാരിക്കാനുള്ള വിലക്ക് നിലവിലുള്ളതിനാൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ വിലക്കുള്ളതിനാൽ മാദിനി മാധ്യമങ്ങളുടെ മുമ്പിൽ സംസാരിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഖുത്ബ നടത്തിയതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹം ഇനിയും നീതി അകലെയാണെന്നാണ് മാദിനി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ കർണാടകയേക്കാൾ ഒരുപാട് 1000 മടങ്ങ് മെച്ചമായിരുന്നു തമിഴ്നാടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനകൾ വിവാദമാക്കേണ്ടതില്ലെന്ന് രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ ഇത് ഒരു സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട മനുഷ്യന്റെ ശബ്ദമാണെന്ന് കോടിയേരി ബാലകൃഷ്ണനും അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ക്യാമറാമാൻ അബ്ദുറഹ്മാനോടൊപ്പം അൻവാർശേരിയിൽ നിന്നും സുഹൈൽ, MBL ന്യൂസ്. ഇതോടുകൂടി ഈ സ്പെഷ്യൽ എഡിഷൻ ഇവിടെ അവസാനിക്കുന്നു. നാളെ രാവിലെ 10 മണിക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.